മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തില് നല്ല അസല് കമ്മ്യൂണിസ്റ്റുകാരനായ തിരുവനന്തപുരത്തും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുപോയ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഈശ്വരവിശ്വാസിയെ പോലെ ആനയുടെ മുമ്പിൽ നിന്ന് തൊഴുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആന അദ്ദേഹത്തിനെ നേരത്തെ തന്നെ തൊഴുതുകൊണ്ടാണ് ആനയുടെ തൊഴുന്ന ആ ചിത്രത്തിന്റെ മുമ്പിൽ ഇദ്ദേഹം തൊഴുതു നിന്നത്. ഇദ്ദേഹം ഗുരുവായൂരിൽ ചെന്ന് ആനകൾക്ക് സുഖചികിത്സ കൊടുക്കുന്ന ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയതാണ്. ഏതായാലും ആനയ്ക്ക് സുഖചികിത്സ എന്നൊരു സുഖചികിത്സ നടത്തുന്നത് ഒരിക്കൽ ഞാൻ കണ്ടു. പട്ടാമ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ആനയുടെ 4 കാല് 4 മരത്തിലേക്ക് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതിന് നിൽക്കാനോ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാനോ ഒന്ന് കിടക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള സുഖചികിത്സ. മാത്രമല്ല, ആനയുടെ സുഖചികിത്സ എന്നുള്ള ഒരു സമ്പ്രദായം ആനയ്ക്കുണ്ടോ? സിംഹത്തിനും പുലിക്കും കരടിക്കും ചെന്നായിക്കും ഒക്കെ സുഖചികിത്സയുണ്ടോ? ആന ഒരു വന്യമൃഗാണ്. ആനയ്ക്ക് ഈ ചോറ് കൊടുക്കാൻ ആരാ പറഞ്ഞിരിക്കുന്നേ? ആന ചോറ് കൊടുക്കുമ്പോ തിന്നും, അത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്ന പോലെ ആനകള് കാട്ടിൽ വളരുമ്പോ തിന്നുന്നത് എന്തോ അതൊരു വന്യമൃഗമാണ്. അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് കൂച്ചു വിലങ്ങിട്ട് ഇണ ചേരാൻ പോലും അനുവദിക്കാതെ അതിനെ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി പൂരത്തിനും എഴുന്നള്ളിപ്പിനും എല്ലാം വേണ്ടി ഉപയോഗിച്ച് ഇത്രയും വലിയൊരു മൃഗം, ഒരു ഈർക്കലി കൊണ്ട് അടിച്ചാൽ വേദനിക്കുന്ന മൃഗം, കഷ്ടിച്ച് 50-55 അടി മാത്രം മുമ്പിലുള്ളത് കാണാൻ സാധിക്കുന്ന ഒരു മൃഗം, അതിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമുണ്ടായാൽ സ്റ്റെതസ്കോപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരു മൃഗം, മറ്റെല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെ ഇരയും അതിൻ്റെ ഇണയും തിരഞ്ഞെടുക്കാൻ കുറേയൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ മനുഷ്യന്റെ ആത്മീയത എന്ന് പറയുന്ന വികൃതമായിട്ടുള്ള പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഭാരതീയ പൈതൃകത്തിന്റെ ഒരു ഗ്രന്ഥത്തിലും ഒരു അമ്പലത്തിലും ആനയെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ദേവേന്ദ്രന് വാഹനമില്ല, ദേവേന്ദ്രന് അമ്പലമില്ല, ആ ദേവേന്ദ്രന്റെ വാഹനമാണ് ആന എന്ന് പുരാണങ്ങൾ പറയുന്നു. ദേവേന്ദ്രൻ എന്ന് പറയുന്നത് പോലും ഒരു സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ പോലെയുള്ള ഒരു ദൈവമല്ല. ശരിക്ക് ദേവേന്ദ്രൻ, ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിനെയാണ് പറയുക. ഇന്ദ്രിയങ്ങളുടെ രാജാവ് മനസ്സാണ്. ആ മനസ്സുറങ്ങുമ്പോൾ ശരീരം ഉറങ്ങുന്നു, മനസ്സുണരുമ്പോൾ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ഉണരുന്നത് കൊണ്ടാണ് ഇന്ദ്രൻ എന്ന വാക്ക് തന്നെ ഉണ്ടായത്. ഇന്ദ്രിയങ്ങളുടെ രാജാവ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ വാഹനമായിട്ടാണ് കഥകളിൽ ആനയെ പറയുന്നത്. ആ ആന ഒരു ദൈവ സങ്കല്പത്തിന്റെയും വാഹനമല്ല. ശാസ്താവിന്റെ അല്ല, ശിവന്റേതല്ല, ബ്രഹ്മാവിൻ്റെതല്ല, സരസ്വതിയുടെ അല്ല, ലക്ഷ്മിയുടെ അല്ല, പാർവതിയുടെ അല്ല, സുബ്രഹ്മണ്യന്റെ അല്ല, ഒരു ദേവതയുടെയും വാഹനമല്ല. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദേവൻ, ദേവത, ദേവി വാഹനത്തിൽ എഴുന്നള്ളുന്നു എന്നാണ്. അത് ആനയിൽ എഴുന്നള്ളുന്നു എന്നല്ല. എല്ലാ ദേവതാ സങ്കല്പത്തോടും ചേർന്ന് ഒരു മൃഗമുണ്ട്. ആ മൃഗത്തിനെയാണ് ദേവവാഹനം എന്ന് പറയുന്നത്. ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് ഈ ഈശ്വര വിഗ്രഹം വെക്കണമെന്നും പറഞ്ഞിട്ടില്ല. ദേവദാരു വൃക്ഷം കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃക്ഷം കൊണ്ടോ ലോഹം കൊണ്ടോ വാഹനത്തെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പില് ഈ ദേവപ്രതിഷ്ഠ വെച്ചിട്ട് ഉത്സവത്തിനും അല്ലെങ്കിൽ പ്രദക്ഷിണത്തിനും അല്ലെങ്കിൽ പട്ടണപ്രവേശനത്തിനും നഗര ദർശനത്തിനും ഇറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കടകവിരുദ്ധമാണ്. ഗണപതിയുടെ പോലും വാഹനമല്ലാത്ത, ഗണപതിയെ പോലെ നാം പൂജിക്കുന്ന ആനയുടെ പുറത്ത് 4-5 പേര് ചവിട്ടി കയറി അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അതിൻ്റെ കാലിൽ അത് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ വടിവെച്ച് ആ അടിക്കുന്ന കമ്പില് നല്ല പിച്ചള കൊണ്ട് ഹുക്കുണ്ടാക്കി ആനയുടെ കാലിലിടുന്ന ചങ്ങലയിൽ പോലും മുട്ടുസൂചി വെൽഡ് ചെയ്ത് ചേർത്ത് കൂച്ചു വിലങ്ങിട്ട് അതിനെ നിന്ന നിൽപ്പിൽ ഇത്രയും ഹ്യൂജ് ടൺ ഭാരമുള്ള ഒരു സാധനത്തിനെ 4 കാലില് മണിക്കൂറുകളോളം നിർത്തി
രാത്രിയും പകലും ഉത്സവത്തിന് എഴുന്നള്ളിച്ച്, പറയെടുപ്പിന് എഴുന്നള്ളിച്ച് നമ്മൾ ചെയ്ത് കൂട്ടുന്ന ആ ക്രൂരത ചെയ്യുന്നവര് ഒന്ന് അരുണാചൽ പ്രദേശിലോ ആസാമിലോ പോകണം. നിങ്ങൾ ഒരിക്കലെങ്കിലും അരുണാചൽ പ്രദേശിലോ ആസാമിലോ പോകണം. മിക്കവാറും 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം ഞാൻ അരുണാചൽ പ്രദേശിലെ വിവേകാനന്ദ കേന്ദ്രയുടെ സ്കൂളുകളിലെ ഉത്സർഗ് സമാരോഹിന് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പല വീടുകളിലും 5, 6, 7 ആനകളുണ്ട്. ഒരാനയുടെ കാലിലും ചങ്ങലയോ കയറോ പോലും ഇല്ല. ചെറിയ കുട്ടികളാണ് ആനപ്പുറത്ത് കൊണ്ടുപോയി ആനയെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. വർഷത്തില് 3 മാസം അതിനെ കാട്ടിലേക്ക് വിടുകയാണ്. അത് കഴിഞ്ഞ് ആന തിരിച്ച് തന്നെത്താനെ ഈ വീട്ടിലേക്ക് വരും. യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല. അവിടുത്തെ ആനയ്ക്ക് മതം പൊട്ടലും ഇല്ല. ആ ആനയെ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ മതം പൊട്ടലും ഇവിടെ വെടിക്കെട്ട് പൊട്ടലും പോലെ അത് കിടന്ന മനുഷ്യനെ അടിച്ച് തകർക്കുന്നത്. എത്രയോ ആനകള് വരണ്ട് ആനക്കാരനെയും ബാക്കിയുള്ളതിനെയും കൊല്ലുന്ന സീൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ആനയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആന ഓടാറില്ല, മതമ്പാട് പൊട്ടാറില്ല. ആ പൊരി വെയിലത്ത് കറുത്ത തൊലിയില് മണിക്കൂറുകളോളം അതിനെ നിർത്തി അതിന് പഞ്ചവാദ്യമോ പാഞ്ചാലിമേളമോ കൊട്ടി കുറെ അധികം വെള്ളം അടിച്ച പൂര വെള്ളത്തിലുള്ള ആനപ്രേമികളും പൂരപ്രേമികളും തലയിട്ടും കൈയിട്ടും ആട്ടി ഭക്തി എന്ന വികൃതമായിട്ടുള്ള വികാരത്തിന്റെ പേരില് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾക്ക് ഇരയാകുന്നത് ഇന്ന് ഈ ഭൂമിയുടെ സർഫസിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവിയായ ഈ പാവപ്പെട്ട ആനയാണ്. എന്തിന് അതിൻ്റെ ആ വേദനയും കഷ്ടപ്പാടും മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ഉപയോഗിക്കണം? ഇന്നലെ ഒരാൾ എഴുതിയതുപോലെ കേരളത്തിലും ഇന്ത്യയിലും പട്ടിയെ കൊല്ലാൻ പോലും പെർമിഷൻ ഇല്ല. പക്ഷെ ക്രൂരമായിട്ട് 4 കാലം കെട്ടി എരുമയെയും പോത്തിനെയും പശുവിനെയും തലകീഴായി മണ്ണിൽ കുഴിച്ചിട്ട് അതിന്റെ മലദ്വാരത്തിൽ കൂടി കമ്പിയടിച്ച് പന്നിയെയും എല്ലാം കൊല്ലാം. മനുഷ്യന്റെ മലവും പന്നിയുടെ മലവും കടന്നു പോകുന്ന പന്നിയുടെ കൊടല് പോട്ടാന്നോ പോട്ടീന്നോ പറഞ്ഞ് തിന്നുകയും ചെയ്യാം മനുഷ്യന്. ആ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ പാവപ്പെട്ട ആനയെ ഇത്രയും വികൃതവും ക്രൂരവുമായിട്ട് ഉപയോഗിക്കുന്നത്. പാറമേക്കാവിലെ ഭരണാധികാരികളാണെങ്കിലും തിരുവമ്പാടിയിലെ ഭരണാധികാരികളാണെങ്കിലും ആറാട്ടുപുഴയിലെ ഭരണാധികാരികളാണെങ്കിലും വെടിക്കെട്ട് അപകടവും ആനയുടെ അപകടവും ഉണ്ടായാൽ അതിനെ അറസ്റ്റ് ചെയ്ത് കൊലക്കുറ്റം ചുമത്തേണ്ടത് അമ്പലത്തിലെ ഭാരവാഹികൾക്കാണ്. ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമല്ല വെടിക്കെട്ടും ആനയും. ആനയും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല, വെടിക്കെട്ടുമല്ല. ഇത് രണ്ടും ആയിരുന്നു എങ്കിൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ആനകൾ വേണ്ടി വരുമായിരുന്നു. കാരണം കേരളത്തിന് മാത്രമായിട്ട് ഒരു ഹിന്ദുമത ഗ്രന്ഥമൊന്നും എഴുതിയിട്ടില്ല. ഇനി അഥവാ ആന വേണമെങ്കിൽ തന്നെ ആനയുടെ രൂപത്തിൽ ചെയ്യാം. അല്ല, ഇനി എക്സെപ്ഷണലി കൂടിയേ തീരൂ എന്ന് ഭൂരിഭാഗത്തിന് തോന്നുകയാണെങ്കിൽ ഒരാന കൊണ്ട് പ്രദക്ഷിണം വെച്ചാലും ജനങ്ങൾ വരാതെ ഒന്നും ഇരിക്കില്ല. ആനകൾ ഒരു സ്ഥലത്തും ഇല്ലാത്ത അമ്പലങ്ങളില് ജനങ്ങൾ പോവാറില്ലേ? ആനകളുള്ള സ്ഥലത്ത് മാത്രമാണ് പോകുന്നത്. ആനയുടെ ഉത്സവം കാണാനാണോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇത്രയും ആൾക്കാർ വരുന്നത്? അവിടെ ആന കൊണ്ടുള്ള ഉത്സവം ഇല്ലല്ലോ. ആറ്റുകാലിൽ ആന കൊണ്ടുള്ള ഉത്സവം ഇല്ലല്ലോ. അവിടെയൊക്കെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നില്ലേ? വെടിക്കെട്ടില്ലാത്ത സ്ഥലമില്ലേ? തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ അമ്പലത്തിൽ വെടിക്കെട്ടില്ലല്ലോ. വെടിക്കെട്ട് കാണാനാണോ അവിടെ ആൾക്കാർ വരുന്നത്? അപ്പൊ നമ്മൾ ചിലതിന് ന്യായം പറയുന്നത് പ്രസിഡൻസോ കീഴ്വഴക്കോ ആചാരോ ഇതെല്ലാം കുറെ പേർക്ക് പൈസ ഉണ്ടാക്കാനും കൈയിട്ട് വാരാനും നമ്മുടെ ആചാരത്തിന്റെ പേരിൽ ബാക്കി എല്ലാവിധത്തിലുള്ള കള്ളത്തരങ്ങളും ചെയ്യാം. ഇതുമാതിരിയുള്ള തനി ദുരാചാരങ്ങളെ മാറ്റാൻ നാരായണ ഗുരു പറഞ്ഞ പോലെ കരിയും കരിമരുന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് ഭാരതീയ പൈതൃകം. അത് ഗുരുദേവൻ തന്നെത്താനെ ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ നാട്ടിൽ ഇല്ലാത്ത ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന ആചാരമാക്കി മാറ്റിയതിനെതിരെ ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആനയെ ഒഴിവാക്കണം എന്ന് പറയുന്നതിന് നല്ല സയന്റിഫിക് പ്രൂഫ് ഉണ്ട്. തൃശ്ശൂർ പൂരം കാണിച്ച് ജനങ്ങൾ സന്തോഷിക്കുന്നവരെ കാണുമ്പോൾ കുറെ പേര് ഫേസ്ബുക്കിൽ എഴുതി ഇത് കുരുമുളകല്ല മനുഷ്യരുടെ തലയാണെന്ന്.
തൃശ്ശൂർ പൂരം കാണാൻ അത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ പാടില്ലാത്തൊരു വരി ഞാൻ പറയാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു 4 സ്ത്രീകള് വളരെ ഉയരത്തിൽ നഗ്ന നൃത്തം ചെയ്താല് അപ്പോഴും ഏതാണ്ട് ഇത്രയൊക്കെ ആൾക്കാർ വരും. അതുകൊണ്ട് പൂരം കാണാനോ വടക്കൻനാഥനോടും തിരുവമ്പാടിയോടും പാറമേക്കാവും അമ്പലത്തിലെ കൃഷ്ണനോടോ ദേവിയോടോ ശിവനോടോ ഉള്ള ഭക്തി കൊണ്ടല്ല വരുന്നത്, മറിച്ച് ഒരു തരത്തിൽ വെള്ളമടിക്കാനും ഈ വെടിക്കെട്ടിന്റെ ശബ്ദവും ഇതൊക്കെ കാണാനും ആണ് വരുന്നതെങ്കിൽ ആ കാണാൻ പറ്റിയ വേറെ പലതും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരും. അതുകൊണ്ട് ഭക്തിയുടെയോ ആചാരത്തിന്റെയോ പൈതൃകത്തിന്റെയോ രീതിയിൽ ഈ ആനകളെയൊക്കെ ക്രൂരമായിട്ട് നിർത്തുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ സുഖചികിത്സ നൽകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഓർമ്മിക്കണം, ഏത് ശാസ്ത്രപ്രകാരമാണ് ഈ സുഖചികിത്സ എന്ന് പറയുന്നത് ഉള്ളത്? ആനയ്ക്ക് മടലും ആനയ്ക്ക് ചോറും ആനയ്ക്ക് ഇതുമാതിരിയുള്ളതൊക്കെ കൊടുക്കാന്നുള്ളത് ഈ കാട്ടിൽ ജീവിക്കുന്ന ഈ ആനയ്ക്ക് ഇങ്ങനെയുള്ള സാധനം കൊടുക്കാമെന്നാരാ പറഞ്ഞേ? യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിൽ പോയാൽ കാണാം വാഴയാ കൊടുക്കാം. ഇവിടെ വാഴ കൊടുക്കാനേ പാടില്ലെന്നാ പറയുന്നിരിക്കുന്നത്. അത് തന്നെത്താനെ തിന്നുന്നതാ വാഴ. ഇവിടെ കൊടുത്താൽ പോലും തിരിക്കരുതെന്നാണ് പറയുക. അത് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സുഖചികിത്സ എന്നൊരു ചികിത്സ ഉണ്ടാക്കിയവരത് ആനയ്ക്ക് സുഖമാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാ അറിയാം? അതായത് നല്ല വേനൽക്കാലത്ത് നരകയാതന അനുഭവിപ്പിച്ച് മഴക്കാലത്ത് ഉത്സവത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തപ്പോ അതിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖചികിത്സ. അങ്ങനെ ഒരു സുഖചികിത്സ ആനയ്ക്ക് ഇഷ്ടമാണോ എന്ന് ആനയോടൊന്ന് ചോദിക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ആനയുടെ നിരന്തരം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവര് ആനയുടെ ഭാഷയും അറിയാൻ പഠിക്കണം. അല്ലെങ്കിൽ അതിന് സുഖചികിത്സ കൊടുക്കുന്നത് അതിന്റെ ഗതികേട് കൊണ്ട് നിൽക്കുകയാണോ, 4 കാലിലും കൂച്ചുവലം കിട്ട് 4 മരത്തിലേക്ക് കെട്ടി പട്ടാമ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ആനയെ നിർത്തി സുഖചികിത്സ കൊടുക്കുന്നത് പോലെ ചില ആശുപത്രിയിൽ കയറിയിട്ട് കയ്യും കാലും ശരീരവും എല്ലാം കെട്ടിവെച്ചിട്ട് അയാൾ സുഖമായിട്ട് ഉറങ്ങാണെന്ന് പറയുന്നത് പോലെയാണ് ആനയ്ക്ക് സുഖചികിത്സ കൊടുക്കുന്നത് എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.